വിയറ്റ്നാമിലൂടെയുള്ള ദീർഘമായ യാത്രകളുടെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഹാനോയ് സിറ്റിയിലെ കാഴ്ചകളും രഞ്ജു താമസിക്കുന്ന എക്കോ പാർക്ക് എന്ന പുതിയ പ്രദേശവും ഗ്രാമീണ മാർക്കറ്റും പാമ്പിനെ പാകം ചെയ്തു നൽകുന്ന റെസ്റ്റോറന്റും സന്ദർശിച്ച് പാമ്പിറച്ചി തിന്നാതെ യാത്ര തുടരുന്നു. എനിക്ക് ഈ നാട്ടിൽ നിന്നും മടങ്ങേണ്ട നേരമാവുകയാണ്. എയർപോർട്ടിലേക്കാണ് വണ്ടി പോകുന്നത്. കുറച്ചു സമയം മിച്ചമുണ്ട്. ആ സമയത്ത് ഒരു സ്ഥലത്ത് കയറണമെന്ന് ഞാൻ രഞ്ജുവിനോട് പറഞ്ഞിരുന്നു. ഫാം വാൻ താൻ എന്ന ചെറുപ്പക്കാരനാണ് ഡ്രൈവർ. ഇംഗ്ലീഷ് ഒരു വാക്കുപോലും അറിയില്ലെങ്കിലും ഫാമിന് ഞങ്ങളുടെ മനസ്സറിയാം. ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് വലിയൊരു മാളിലേക്കാണ്. ഇവിടെ ട്രഡീഷണൽ വിയറ്റ്നാമീസ് ഭക്ഷണം ലഭിക്കുന്ന ഒരു ഫുഡ് കോർട്ടുണ്ട്. ഏയോൺ മാൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. മാളിന്റെ മുകളിലെ നിലയിലാണ് വിയറ്റ്നാമിന്റെ പാരമ്പര്യ വിഭവങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടുള്ളത്. ട്രഡീഷണൽ ഫുഡുണ്ടാക്കുന്നത് കാണാനും കഴിക്കാനും ഷൂട്ട് ചെയ്യാനുമാണ് ഞങ്ങൾ പോകുന്നത്. എയർപോർട്ടിൽ ചെല്ലുന്നതിനിടയിൽ എനിക്ക് അരമണിക്കൂർ സമയം മിച്ചമുണ്ട്. ആ സമയം വെറുതെ കളയേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ആളുകളിലുമെന്ന പോലെ ഇവിടെയും മുകളിലെ നിലയിലാണ് ഫുഡ് കോർട്ട്. എസ്കലേറ്ററുകൾ വഴി മുകളിലേക്കു കയറി. മൂന്നാമത്തെയോ നാലാമത്തെയോ നിലയിലാണ് ഭോജനശാലകൾ. റെസ്റ്റോറന്റുകളിൽ ചില ഭാഗത്തൊന്നും തീരെ ആളുകളില്ല. ഇന്നൊരു വർക്കിംഗ് ഡേ ആണെന്നതുകൊണ്ടുകൂടിയാവാം. മേശകസേരകളെല്ലാം വൃത്തിയോടെ ഇട്ടിരിക്കുന്നു. എല്ലാത്തിനും ഒരു ട്രഡീഷണൽ ഭാവമുണ്ട്. നാടൻ തട്ടുകടകൾ പോലെ ചില സംവിധാനങ്ങൾ. വിഭവങ്ങളുടെ ലിസ്റ്റ് ബോർഡിലുണ്ട്. പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. വിദേശികൾ വരുന്ന ഇടമൊന്നുമല്ല. വിയറ്റ്നാംകാർക്ക് വേണ്ടിയുള്ള നാടൻ തട്ടുകടകൾ. സ്ത്രീകൾ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പലതരം സൂപ്പ് എല്ലാ കടകളിലുമുണ്ട്. സൂപ്പാണ് ഇവരുടെ മുഖ്യ ആഹാരമെന്ന് തോന്നും. സൂപ്പ് അങ്ങനെ പല പാത്രങ്ങളിൽ തിളപ്പിച്ചിട്ടിരിക്കും. അത് ഓരോന്നിനും ഓരോ ചേരുവയുണ്ട്. ബീഫ്, ചിക്കൻ, പ്രോൺസ് എന്നിങ്ങനെ പലതും. നൂഡിൽസും സൂപ്പ് വെള്ളവുമാണ് പൊതുവായ സാധനം. ധാരാളം പച്ചിലകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധസസ്യങ്ങൾ, കൂണ് എന്നിവയെല്ലാം സൂപ്പിലെ പൊതുവായ ചേരുവകളാണ്. ഇതൊന്നു കഴിച്ചാൽ കുറെ നേരത്തേക്ക് മറ്റൊന്നും വേണ്ടിവരില്ല. ഇത്തരം ഒരു വലിയ കോപ്പയിലാണ് അത് നൽകുക. നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണുന്നത് പോലെയാണ് വിയറ്റ്നാംകാർ നൂഡിൽസ് സൂപ്പ് കഴിക്കുന്നത്. അതൊരു സമീകൃത ആഹാരമായതാവാം ഇവിടുത്തുകാരുടെ ആരോഗ്യത്തിന്റെ കാരണം. കുടവയറുള്ള പെണ്ണുങ്ങളെ ഇവിടെ കാണില്ല. സ്ഥൂല ശരീരക്കാരില്ല. ചൈനയിലും ഇങ്ങനെയാണ്. ഇവരുടെ ഭക്ഷണരീതികൾ അങ്ങനെയുള്ളതാണ് താനും. ഇവിടെ ഒരു തനതു വിഭവമുണ്ട്. വിയറ്റ്നാമീസ് പൊറിഡ്ജ് എന്ന വിഭവമാണ്. നന്നേ കുറുകിയിരിക്കുന്ന അതിൽ മാംസവും മറ്റും ചേരുവകളാണ്. ഓട്സ്, ബാർലി, ഗോതമ്പ് തുടങ്ങിയവ കൊണ്ടുള്ള പൊറിഡ്ജ് യൂറോപ്പിലടക്കം സാധാരണമാണല്ലോ. എന്നാൽ വിയറ്റ്നാമിലെ പൊറിഡ്ജ് വ്യത്യസ്തമാണ്. അതിൽ മാംസം ചേർക്കുന്നു എന്നതാണ് പ്രധാന വ്യത്യാസം. കുറച്ചുകൂടി വിചിത്രമായ ട്രഡീഷണൽ ഭക്ഷണം തേടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇഞ്ചിയും കാടമുട്ടയും മറ്റും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാക്കിയ എന്തെല്ലാമോ വിഭവങ്ങളും. ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഈ നിരത്തിവെച്ചിരിക്കുന്നത് ഡെസേർട്സിലും മറ്റും ചേർക്കാനുള്ള ചേരുവകളാണ്. മധുരമുള്ളവ. വേറൊരടുക്കളയിൽ ഒരു സ്ത്രീ വലിയ ചീനച്ചട്ടിയിൽ എന്തോ വിഭവം ഉണ്ടാക്കുന്നുണ്ട്. ചീനച്ചട്ടിയിൽ ഒഴിച്ച മാവ് ഒന്ന് ചുറ്റിച്ച് അതിന്മേൽ നെയ്യ് തളിക്കുന്നു. അതിൽ സവാള അരിഞ്ഞതും പ്രോൺസും പയറിന്റെ മുളയും ഇട്ട ശേഷം അടച്ചുവെച്ച് വേവിക്കുന്നു. ഈ വിഭവത്തിന്റെ പേര് ബാൻ സിയേവോ എന്നാണ്. സിസ്ലിംഗ് പാൻകേക്ക് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വിശേഷണം. നമ്മുടെ മസാല ദോശയുടെ വിയറ്റ്നാമീസ് സഹോദരനാണിവൻ. അരിമാവ് കൊണ്ടാണ് വലിയ ദോശയുണ്ടാക്കുന്നത്.
വിയറ്റ്നാമിലെ പ്രശസ്തമായൊരു വിഭവമാണ് ബാൻ സിയേവോ. ഉള്ളിയും പയർമുളയും മറ്റും ഉള്ളിൽ വെച്ച് ദോശയൊന്ന് മടക്കും. പിന്നെയും അതിന്മേൽ നെയ്യ് തളിക്കുന്നു. അരിമാവിൽ മഞ്ഞൾപ്പൊടി കലർത്തുന്നതുകൊണ്ടാണ് ഇതിന് ഈ നിറം. പന്നിയിറച്ചി, പ്രോൺസ്, സവോള, പയർമുള, പുഴുങ്ങിയ ചെറുപയർ എന്നിവയും ചേരുവകളാണ്. കംബോഡിയയുടെ ചില ഭാഗങ്ങളിലും ഈ വിഭവം പ്രചാരത്തിലുണ്ട്. ബാൻ ചാവോ എന്നാണ് അവരിതിനെ വിളിക്കുന്നത്. വിഭവം റെഡിയായി കഴിഞ്ഞു. വിളമ്പുന്നതിന് മുൻപ് ഇവർ ബാൻ സിയേവോ ഇങ്ങനെയൊന്ന് മുറിക്കും. പച്ചടിച്ചീരയും മിന്റ് സോസുമാണ് സാധാരണയായി ബാൻ സിയേവോയ്ക്ക് ഒപ്പം വിളമ്പുക. നൂഡിൽ സൂപ്പിന് പുറമെ വിയറ്റ്നാംകാർ കഴിക്കുന്ന പ്രധാന ട്രഡീഷണൽ വിഭവമാണ് ബാൻ സിയേവോ. ചെറുകുട്ടകളിൽ വാഴയിലയിട്ട് വിഭവങ്ങൾ മൂടിവെച്ചിരിക്കുന്നത് ബാല്യകാലത്തെ ഓണത്തിന്റെ ഓർമ്മകളാണ് എന്നിലേക്ക് കൊണ്ടുവരുന്നത്. അത്തരം ഓർമ്മകൾ ഉണരാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നാടൻ കൊട്ടയും വാഴയില കൊണ്ടുള്ള മൂടിയുമൊന്നും ഇന്ന് നമുക്ക് കാണാൻ കിട്ടില്ല. ഇതാണ് ട്രഡീഷണൽ എന്ന് പറയുന്നത്. ഇവരാകട്ടെ കൃത്യതയോടെയാണ് ട്രഡീഷണൽ ഫുഡ് ഒരുക്കുന്നത്. അതാണ് പ്രൊഫഷണലിസം. നമ്മുടെ നാട്ടിലും മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ അധികം കാണാത്തതുമായ പാരമ്പര്യ വിഭവങ്ങൾ തിരികെ കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു മാളിൽ അത് ഈ വിധം സെറ്റ് ചെയ്തിടാം. ഇവിടെ ഒരു ഭാഗത്ത് കുറേയേറെ ഇരിപ്പിടങ്ങൾ നിരന്നു കിടപ്പുണ്ട്. ട്രഡീഷണൽ ഭക്ഷണം ലഭിക്കുന്നിടത്ത് കണ്ടതിലും കൂടുതൽ ആളുകളുമുണ്ട്. വിയറ്റ്നാമിലും ചൈനയിലും ഉച്ചനേരത്ത് ഏറ്റവും അധികം ചെലവാകുന്ന ഒരു വിഭവമാണിവിടെ. ഹോട്ട് പോട്ട് വിഭവം. സ്റ്റീം ബോട്ട് എന്നൊരു പേരുമുണ്ട് അതിന്. ഡൈനിങ് ടേബിളിൽ വെച്ച് തന്നെ പാകം ചെയ്ത് ഭക്ഷിക്കുന്ന പരിപാടിയാണ് ഹോട്ട് പോട്ട്. ആളുകൾ വട്ടമിട്ടിരിക്കുന്നു. ഡൈനിങ് ടേബിളിന് മധ്യത്തിലായി ഒരു സിമ്മറിംഗ് പോട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിൽ ഒരു തരം സൂപ്പ് തിളച്ചുകൊണ്ടിരിക്കും. ആവശ്യമായ ഭക്ഷണം എന്താണോ അത് ഈ സൂപ്പിലിട്ട് വേവിച്ചു കഴിക്കാം. കനം കുറച്ചരിഞ്ഞ മാംസം, പച്ചക്കറികൾ, പലതരം കൂണുകൾ, മുട്ട, കടൽ വിഭവങ്ങൾ എന്നിങ്ങനെയെല്ലാം. പാത്രത്തിനടിയിൽ തീ കത്തിക്കൊണ്ടേയിരിക്കും. തിളയ്ക്കുന്ന സൂപ്പിൽ കിടന്ന് വേവുന്ന ഭക്ഷണം ആവശ്യാനുസരണം എടുത്തു കഴിക്കാം. പോട്ടിൽ എത്ര കൂടുതൽ വിഭവങ്ങൾ ഇടുന്നോ അതെത്ര കൂടുതൽ നേരം തിളയ്ക്കുന്നോ അത്രയും രുചി വർദ്ധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ചൈനയിൽ നിന്നുമാണ് ഹോട്ട് പോട്ട് രീതി സമീപ രാജ്യങ്ങളിലേക്കെല്ലാം എത്തിയത്. പഴയകാലം മുതൽ ചൈനയിൽ നിലനിന്ന ഒരു രീതി. ഇവിടെ എന്തെല്ലാമാണ് സൂപ്പിലേക്ക് ഇടുന്നതെന്ന് കാണുക. കടൽ വിഭവങ്ങളും പച്ചക്കറിയും മാംസവും എല്ലാമുണ്ട്. പാത്രവും അടുപ്പും റെസ്റ്റോറന്റുകാർ നൽകുന്നതാണ്. സൂപ്പിലേക്ക് ഇടാനുള്ള സാധനം എന്തെന്ന് ഓർഡർ ചെയ്താൽ അതും കൊണ്ടുവരും. നമ്മുടെ മേശപ്പുറത്ത് വെച്ച് നമ്മൾ തന്നെ പാകം ചെയ്തു കഴിക്കുന്ന രീതി. ചൈനയിൽ ഗോൺചോയിലൂടെ നടത്തിയ ഒരു യാത്രക്കിടയിൽ ഇങ്ങനെയൊരു ഹോട്ട് പോട്ട് റെസ്റ്റോറന്റിൽ കയറി പെട്ടുപോയത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തെല്ലാമാണ് എടുത്ത് വേവിക്കേണ്ടതെന്നും എത്ര നേരം വേവിക്കണമെന്നും അറിയാതെയായിപ്പോയി. ചൈനയിൽ സാധാരണ വീടുകളിൽ ഡൈനിങ് ടേബിളിൽ ഒരു ഹോട്ട് പോട്ട് പതിവാണ്. ഇനിയും കാഴ്ചകൾ കണ്ടു നിന്നാൽ വിമാനം നഷ്ടപ്പെടും. മാളിൽ നിന്നും മടങ്ങാൻ നേരമായി. ഇനി താമസിയാതെ എനിക്ക് എയർപോർട്ടിലേക്ക് എത്തണം. ഇവിടെ നിന്നും അരമണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. നേരം 12:30 ആയിരിക്കുന്നു. രഞ്ജു ഇവിടെ വച്ച് യാത്ര പറഞ്ഞു പിരിയുകയാണ്. കഴിഞ്ഞ 3-4 ദിവസം രഞ്ജു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് എല്ലാ കാഴ്ചകളും ഭംഗിയായി ചിത്രീകരിക്കാനായത്. അദ്ദേഹത്തിന്റെ സൗഹൃദവും സാന്നിധ്യവും വളരെ വലുതായിരുന്നു. രഞ്ജുനാഥ് എന്ന നമ്പീശനോട് യാത്ര പറയാൻ നേരമായി. നാട്ടിൽ വെച്ച് കാണാമെന്ന യാത്രാമൊഴിയോടെ ഞങ്ങൾ പിരിഞ്ഞു. രഞ്ജു ഇനി ഉച്ചകഴിഞ്ഞുള്ള ഡ്യൂട്ടിക്ക് കയറും.
അദ്ദേഹം എയർപോർട്ടിൽ വന്ന് സമയം കളയേണ്ടെന്ന് കരുതി ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് തിരികെ അയച്ചത്. എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ രഞ്ജു ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കാർ എയർപോർട്ട് ലക്ഷ്യമാക്കി നല്ല വേഗത്തിൽ നീങ്ങുകയാണ്. നോയ് ബായ് എയർപോർട്ടിലേക്ക്. ഈ മടക്കയാത്രയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. വിയറ്റ്നാം സഞ്ചാരത്തിൽ വലിയ ലോകാത്ഭുതങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ എല്ലായിടത്തും ജീവിതമുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ഒരു വിധത്തിലും ശല്യമുണ്ടാക്കാത്ത വളരെ ഫ്രണ്ട്ലിയായ ജനമുണ്ട്. ടാക്സിക്കാരാകട്ടെ, കച്ചവടക്കാരാകട്ടെ, സൈക്കിൾ റിക്ഷക്കാരാകട്ടെ, ബോട്ട് തുഴയുന്നവരാകട്ടെ, എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ടൂറിസ്റ്റുകളോട് ഇടപഴകുന്നത്. ഇത്തരം ചെറിയ കാര്യങ്ങൾ ഒരു രാജ്യത്തുണ്ടെങ്കിൽ തന്നെ ടൂറിസം അവിടെ വളരും. മറ്റൊരു കാര്യം ഫാമിനെ പോലുള്ള ഡ്രൈവർമാരാണ്. ഇംഗ്ലീഷ് ഒരു വാക്കുപോലും അറിയില്ലെങ്കിലും ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ സൗകര്യം മനസ്സിലാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇയാൾ കൊണ്ടുപോയി. പല സ്ഥലങ്ങളുടെയും പേര് ഞങ്ങൾ പറഞ്ഞതൊന്നുമായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച അതേ സ്ഥലത്ത് കൊണ്ടുചെന്നിറക്കിയിട്ട് ഫാം ഞങ്ങളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും. അതുതന്നെയായിരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം. എല്ലായിടത്തും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട്. നല്ല ഹൈവേകൾ, മനോഹരമായ പാതയോരങ്ങൾ. ഒടുവിൽ ഞങ്ങൾ നോയ് ബായ് എയർപോർട്ടിന് സമീപത്തേക്കെത്തി. എയർപോർട്ടിന്റെ മുൻഭാഗം ആകെ തന്നെ അതിമനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അടുത്ത കാലത്ത് പണി പൂർത്തിയായ ടെർമിനലാണ് അക്കാണുന്നത്. വിയറ്റ്നാം ആകെ മാറിക്കഴിഞ്ഞു. അതിന്റെ തെളിവ് തന്നെയാണ് എവിടെയും കാണുന്ന ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ എയർപോർട്ടാണെങ്കിലും ഏറ്റവും തിരക്കുള്ള എയർപോർട്ട് ഇതല്ല. തെക്കൻ വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലുള്ള താൻ സൻ നാറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് വിയറ്റ്നാമിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഞാൻ ടെർമിനൽ ബിൽഡിങ്ങിന് മുന്നിലിറങ്ങി. ബാഗ് എടുത്തുകൊണ്ടുവന്ന് തന്ന് പാം വാൻ താൻ യാത്ര പറഞ്ഞു. ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും സംസാരിക്കാനില്ല. ഭാഷ തന്നെ പ്രശ്നം. 2014 ഈ എയർപോർട്ട് ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇനി അധികം സമയമില്ല. 2 മണിക്കൂറിനകം വിമാനം പുറപ്പെടും. ഞാൻ ഡിപ്പാർച്ചർ 1 എന്ന ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് കയറി ചെന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വലിയൊരു എയർപോർട്ടാണിത്. ധാരാളം ചെക്ക് ഇൻ കൗണ്ടറുള്ള ഒരു എയർപോർട്ട്. ഇവിടേക്ക് വന്നതുപോലെ തന്നെ മടക്കവും എയർ ഏഷ്യ വിമാനത്തിലാണ്. എയർ ഏഷ്യയുടെ കൗണ്ടർ അന്വേഷിച്ചാണ് എന്റെ നടത്തം. ഒടുവിൽ അത് കണ്ടുപിടിച്ചു. എയർ ഏഷ്യയുടെ 2-3 വിമാനങ്ങൾ ഈ സമയത്ത് ഇവിടേക്കെത്തുന്നുണ്ട്. ഇവിടം കണക്ട് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് പോകുന്നവയാണ്. അതിലൊന്ന് കൊലാലംപൂരിലേക്ക് പോകുന്നതും. ആ വിമാനത്തിലാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ ബോർഡിംഗ് പാസ് എടുത്തു. എമിഗ്രേഷൻ കൗണ്ടറിൽ പോയി ഇന്നാട്ടിൽ നിന്നുള്ള എക്സിറ്റ് അടിച്ച് സെക്യൂരിറ്റി പരിശോധനയും പൂർത്തിയാക്കി. ഇനി 33-ാം നമ്പർ ഗേറ്റിലാണ് എത്തേണ്ടത്. ധാരാളം ആളുകളുണ്ട്. നിരവധി ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുമുണ്ട് ഇവിടെ. സുവനീറുകളും കരകൗശല വസ്തുക്കളും മുതൽ വിയറ്റ്നാമീസ് ട്രഡീഷണൽ ഭക്ഷണം വരെ ലഭിക്കുന്ന കടകൾ. ട്രഡീഷണൽ ഫുഡ് പാക്ക് ചെയ്ത് പല കടകളിലും വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകാം. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഹാനോയ് സിറ്റിയുടെ ഓൾഡ് ക്വാർട്ടറിലെ കടകളിൽ കണ്ട വസ്തുക്കൾ തന്നെയാണ്. എന്നാൽ അവിടെയുള്ളതിന്റെ 10 ഇരട്ടി വിലയെങ്കിലും നൽകേണ്ടി വരും ഇവിടെയെന്നു മാത്രം. ഇവിടെയുമുണ്ട് ധാരാളം റെസ്റ്റോറന്റുകൾ. വിയറ്റ്നാമീസ് ഫുഡ് തന്നെയാണ് കൂടുതലും വിളമ്പുന്നത്. വിയറ്റ്നാംകാർക്ക് എവിടെ ചെന്നാലും തങ്ങളുടെ തനതു ഭക്ഷണത്തോടാണ് ഏറ്റവും താൽപര്യം. അവരെവിടെയുണ്ടെങ്കിലും അവിടെ വിയറ്റ്നാമീസ് ഫുഡിന്റെ ഒരു റെസ്റ്റോറന്റും ഉണ്ടാകും.
33-ാം ഗേറ്റ് ലക്ഷ്യമാക്കി ഞാൻ നടത്തം തുടർന്നു. 1/2 കിലോമീറ്റർ നീളമുണ്ട് ഗേറ്റുകളുള്ള ഈ ടെർമിനൽ ഭാഗത്തിന്. നമ്പറിട്ട ഗേറ്റുകളുടെ നിര നീണ്ടുപോകുന്നത് കാണാം. 33-ാം ഗേറ്റ് കണ്ടു. എന്റെ സഹയാത്രികരായിരിക്കാം അവിടെ കസേരകളിൽ നിറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള എയർപോർട്ട്സ് കോർപ്പറേഷൻ ഓഫ് വിയറ്റ്നാമിനാണ് ഈ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം. വിമാനങ്ങൾ നിരന്തരം വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും വിമാനം വന്നിറങ്ങുന്നത് കാണാം. ഇത്രയേറെ വിമാനങ്ങൾ ഈ എയർപോർട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് സംശയം തോന്നും. ഈ കിടക്കുന്നത് ദുബായിൽ നിന്നും എത്തിയ എമിറേറ്റ്സ് വിമാനമാണ്. മറ്റൊന്ന് ഏഷ്യാന എയർലൈൻസിന്റെ വിമാനമാണ്. ദക്ഷിണ കൊറിയയുടെ എയർലൈനാണ് ഏഷ്യാന. ഇതാണത്. എയർ ഏഷ്യയുടെ വിമാനം വന്നിട്ടില്ല. ഇക്കാണുന്നതാകട്ടെ വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനമാണ്. വിയറ്റ്നാമിന്റെ പ്രധാന എയർലൈൻ ഇതാണ്. അങ്ങനെ നിൽക്കെ എയർ ഏഷ്യ വിമാനം വന്ന് ലാൻഡ് ചെയ്തു. ഹാനോയിൽ നിന്നും കൊലാലംപൂരിലേക്കാണ് ഇത് ഇനി പറക്കുക. വ്യോമഗതാഗത രംഗത്തു തന്നെ വലിയ വിപ്ലവം സൃഷ്ടിച്ച എയർലൈനാണ് എയർ ഏഷ്യ. എനിക്ക് 26,000 രൂപയ്ക്ക് ഇവിടെ വന്ന് മടങ്ങാൻ കഴിഞ്ഞത് എയർ ഏഷ്യ കാരണമാണ്. അതല്ലെങ്കിൽ സിംഗപ്പൂർ എയർലൈൻ പോലുള്ള മറ്റേതെങ്കിലും വിമാനങ്ങളിൽ കൂടിയ നിരക്കിൽ ഇവിടേക്ക് എത്തേണ്ടി വന്നേനെ. എയർ ഏഷ്യ വിമാനം കൃത്യസമയത്തു തന്നെ എത്തിയിരിക്കുന്നു. വിമാനം വന്നതോടെ യാത്രക്കാരെല്ലാം സന്തോഷത്തിലായി. ഗേറ്റിൽ ജീവനക്കാർ എത്തി. അല്പസമയത്തിനകം ആളുകളെ വിമാനത്തിലേക്ക് കയറ്റിവിട്ടു തുടങ്ങി. ഞാൻ വിയറ്റ്നാമിന്റെ മണ്ണിൽ നിന്ന് വിമാനത്തിലേക്ക് കയറാനായി നടക്കുകയാണ്. ധാരാളം ആളുകളുണ്ട് എയർ ഏഷ്യ വിമാനത്തിലേക്ക്. ടൂറിസ്റ്റുകളാവണമെന്നില്ല. മലേഷ്യക്കാരും കുറച്ച് ഇന്ത്യക്കാരും പിന്നെ വിയറ്റ്നാംകാരുമാണ് യാത്രക്കാരിൽ അധികവും. എയറോ ബ്രിഡ്ജിലേക്ക് നടക്കുമ്പോഴും വിമാനങ്ങൾ ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. 2014 വർഷം തോറും 1 കോടി ആളുകൾക്ക് കടന്നു പോകാവുന്ന വിധം നിർമ്മിച്ച എയർപോർട്ടാണിത്. എന്നാൽ 2.5 കോടിയിലധികം ആളുകൾ ചില വർഷങ്ങളിൽ ഇതുവഴി കടന്നുപോയി. എയർപോർട്ട് വലിയൊരു വിജയമായി. ഇനിയും വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ട്. ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയുടെ ധനസഹായത്തോടെയാണ് വിയറ്റ്നാം 2014 വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഫ്രീ വൈഫൈ ഉള്ള ഒരു വിമാനമാണിത്. പറക്കുമ്പോഴും വൈഫൈ ലഭ്യമാണെന്നതിനാൽ ആളുകൾക്ക് സ്വന്തം മൊബൈൽ ഫോണിലെ വിനോദങ്ങളിൽ ഏർപ്പെടാം. കുറെ സീറ്റുകളെങ്കിലും കാലിയാണെങ്കിൽ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ മിക്കവാറും എല്ലാ സീറ്റിലും ആളുണ്ട്. എയർ ഏഷ്യയുടെ മറ്റൊരു വിമാനം തൊട്ടപ്പുറം വന്ന് കിടപ്പുണ്ട്. ആളുകൾ വന്ന് കയറിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ സീറ്റുകളിലും ആളുണ്ടെന്ന് മനസ്സിലായി. ബിസിനസ് ക്ലാസ് ഇല്ലാത്ത വിമാനമാണ്. കൃത്യസമയത്ത് തന്നെ വിമാനം പുറപ്പെടുകയായി. എന്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ വിമാനത്തിൽ കയറിയതേ ഉറക്കം തുടങ്ങിയിരുന്നു. വിമാനം നീങ്ങുമ്പോൾ നോയ് ബായ് എയർപോർട്ടിന്റെ വിശാലത കണ്ടുകൊണ്ട് ഞാനിരുന്നു. ഹാനോയുടെ സാക്സോൺ ജില്ലയിലുള്ള ഫു മിൻ എന്ന കമ്മ്യൂണിലാണ് ഈ എയർപോർട്ട്. നേരത്തെ വിശാലമായ നെൽപ്പാടമായിരുന്നു ഇവിടം. 7 കർഷക ഗ്രാമങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ളവരെയെല്ലാം മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് പകരം കൃഷിയിടങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത ശേഷമാണ് ഇവിടെ വിമാനത്താവള വികസനം തുടങ്ങിയത്. വിമാനം റൺവേയിലേക്കു കയറി കുതിക്കുകയാണ്. അക്കാണുന്നതാണ് പ്രധാന ടെർമിനൽ ബിൽഡിംഗ്. മനോഹരമായി വെട്ടിയൊരുക്കിയിരിക്കുന്ന പുൽമേടുകൾ. ദൂരെ പഴയ എയർപോർട്ട്. ചുവന്ന ഓടിട്ട കെട്ടിടമാണ് 2014 വരെയും ഇന്റർനാഷണൽ ടെർമിനലായി പ്രവർത്തിച്ചിരുന്നത്. വിമാനം റൺവേയിൽ നിന്നും ഉയർന്നു. വിയറ്റ്നാമിനോട് വിട. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒട്ടേറെ നല്ല കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിച്ച നാടാണിത്. ആകാശത്തു നിന്ന് നോക്കുമ്പോൾ പലയിടത്തും വലിയ ജലാശയങ്ങൾ കാണാം.
ഞാൻ താഴെയുള്ള കാഴ്ചകളിൽ മുഴുകിയിരുന്നു. ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് താഴെ കാണുന്നത്. ഹാനോയ് പട്ടണം 35 കിലോമീറ്റർ ഇപ്പുറം എയർപോർട്ടിന് സമീപത്തേക്കും വളർന്നുകൊണ്ടിരിക്കുന്നത് കാണാം. 1.5 കോടിയിലേറെ ജനം വസിക്കുന്ന നഗരമാണ് ഹാനോയ്. വിമാനത്തിനുള്ളിൽ ചിലർ ഉറക്കത്തിലും മറ്റു ചിലർ പുസ്തക വായനയിലുമാണ്. സീറ്റിൽ തന്നെ ഇരുന്ന് ഒന്നുറങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ വിമാനം മേഘപാളികൾക്കിടയിലൂടെ ക്വാലാലംപൂർ ലക്ഷ്യമാക്കി അതിന്റെ മടക്കയാത്രയിലായിരുന്നു.